നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ 2024 വർഷത്തിൽ കേരളത്തിലുണ്ടായ പ്രധാന സംഭവങ്ങളിലേക്ക് ഒരെത്തി നോട്ടം എന്ന രീതിയിൽ ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ചിട്ട് പി എസ് സി ബുള്ളറ്റിലെ ആനുകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വളരെ കിടുക്കാച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പി എസ് സി ബുള്ളറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് കേരളവുമായി ബന്ധപ്പെട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി വീഡിയോസ് പയ്യെ നമ്മുടെ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേട്ടോ. പി വത്സലയുടെ നെല്ലി എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? കുറുമാട്ടി എന്ന രാഗിണിയാണ് അല്ലേ. കുറുമാട്ടി എന്ന രാഗിണി എന്താണ്? പി വത്സലയുടെ നെല്ലി എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? കുറുമാട്ടി അല്ലേ. കുറുമാട്ടി എന്ന രാഗിണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചതെന്ന് ചോദിച്ചാൽ പറയണം. അതാരാണ്? അത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി, എന്തിനെതിരെ പോരാടി? ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ്? 150ാം രക്തസാക്ഷിത്വമാണ്. അത് ആറാട്ടുപുഴ വേലായുധ പണിക്കറിന്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് കേട്ടോ. അത് ഓർത്തു വെക്കുക. ചിലപ്പോൾ ചോദിക്കാം, 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ എത്രാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചതെന്ന് ചോദിച്ചാൽ പറയണം 150. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവിയാണ് കുമാരനാശാൻ. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി ആരെന്ന് ചോദിച്ചാൽ പറയണം കുമാരനാശാനാണ്. ഇനി കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചെന്നാണ്? അത് 2015 ജനുവരി 1. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചെന്നാണ്? 2024 ജനുവരി 1. ഇനി സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? അത് കൊല്ലം ജില്ലയാണ്. ഏത് ജില്ലയാണ്? കൊല്ലം ജില്ല. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം ജില്ല. എങ്കിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ അടുത്ത നഗരസഭ ചോദിച്ചാൽ പറയണം അത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണെങ്കിൽ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് പഞ്ചായത്ത്. ഈ മലയൻകീഴ് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ പറയണം അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ല. ഒന്നും കൂടി ഞാൻ റിവിഷൻ പോവാം. പി വത്സലയുടെ നെല്ലി എന്ന നോവലിൽ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ച. പേര് കുറുമാട്ടി എന്ന രാഗിണിയാണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അല്ലേ. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവിയാണ് കുമാരനാശാൻ. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1. 2024 ജനുവരി 1 കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം ജില്ലയാണെങ്കിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര കൊല്ലം. എങ്കിൽ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? അത് മലയൻകീഴ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് ാണല്ലേ. ഇനി കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലം എവിടെയാണ്? അത് ഫറോക്ക്. എവിടെയാണ്? ഫറോക്ക്. കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലമാണ് ഫറോക്കിലെ. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് കൊച്ചിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024
ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേര് N കുട്ടിക്കൃഷ്ണപിള്ള. എന്താണ്? N കുട്ടിക്കൃഷ്ണപിള്ള. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേര് N കുട്ടിക്കൃഷ്ണപിള്ളയാണെങ്കിൽ G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ്, കൊച്ചി. എവിടെയാണ്? മറൈൻ ഡ്രൈവ് അല്ലേ? കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ് G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനമൊരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് K-Lift 24. എന്താണ്? കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് K-Lift? കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ആണ് അല്ലേ. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനമൊരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് K-Lift 24. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ജിതേഷ് ജി അല്ലേ. വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവ് ആരാണ്? അതാണ് ജിതേഷ് ജി. അപ്പം വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവായ ജിതേഷ് ജിയാണ് ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം എന്ന് ചോദിച്ചാൽ പറയണം അത് കാപ്പാട്, കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടൽ തീരമാണ് എന്ത് കിട്ടിയത്? ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഒന്നുകൂടി റിവിഷൻ ചെയ്യട്ടെ. യെസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസ് അതുപോലെ PVQ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഒന്നാമത്തെ ചോദ്യം എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ദീപാലങ്കൃത പാലം എവിടെയാണ്? അത് ഫറോക്കാണ്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം എന്ന് ചോദിച്ചാൽ പറയണം അത് കൊച്ചിയാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേര് N കുട്ടിക്കൃഷ്ണപിള്ള. G ശങ്കരക്കുറുപ്പിൻ്റെ പേരുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ്, കൊച്ചിയെങ്കിൽ 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനമൊരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് K-Lift 24. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ജിതേഷ് ജിയാണ്. വരയരങ്ങി എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ആര്? ജിതേഷ് ജി. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം എന്ന് ചോദിച്ചാൽ പറയണം അത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണല്ലേ. കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. എന്താണ്? കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡിന്റെ പേരാണ് അരകവ്യൂഹമെങ്കിൽ 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. എവിടെയാണ്? 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയർ ആണ്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ചോദിച്ചാൽ പറയണം അത് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയർ ആണ്. നെക്സ്റ്റ്, ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. എന്തിനാണ്? ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി ഓർത്തിരിക്കുക
ആയിരിക്കുക. ആരാണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. എങ്കിൽ എന്താണ് സ്നേഹഹസ്തം എന്ന് PSC ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. ആര് നടപ്പിലാക്കുന്നത്? സംസ്ഥാന വനം വകുപ്പ് അല്ലേ. ആർക്ക് വേണ്ടിയിട്ടാണ് സംസ്ഥാന വനം വകുപ്പ് സ്നേഹഹസ്തം നടത്തിയത്? ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. എങ്കിൽ ഇടുക്കിയിലെ കുളമാവിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്താണ്? വടക്കൻ കങ്കാരു ഓന്ത്. ഈ വടക്കൻ കങ്കാരു ഓന്തിന്റെ ശാസ്ത്രീയ നാമമാണ് അഗസ്ത്യാഗാമ എഡ്ജി. ചോദിക്കാം ചിലപ്പോൾ. വടക്കൻ കങ്കാരു, ഇടുക്കിയിലെ കുളമാവിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്തായ വടക്കൻ കങ്കാരു ഓന്തിന്റെ ശാസ്ത്രീയ നാമം അഗസ്ത്യാഗാമ എഡ്ജ് ആണ്. ചിലപ്പോൾ PSC ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, അഗസ്ത്യാഗാമ എഡ്ജി എന്നത് ഏതിന്റെ ശാസ്ത്രീയ നാമമാണ് ചോദിച്ചാൽ പറയണം അത് വടക്കൻ കങ്കാരൂന്ത്. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് കണ്ടെത്തിയ വടക്കൻ കങ്കാരൂന്തിന്റെ ശാസ്ത്രീയ നാമമാണ് അഗസ്ത്യാഗാമ എഡ്ജെങ്കിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി എന്നാണ് അല്ലേ. സിവിൽ ജഡ്ജി എന്നറിയപ്പെടുന്നത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെ, സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരാണ് അറിയപ്പെടുക എന്ന് ചോദിച്ചാൽ പറയണം സിവിൽ ജഡ്ജി ആണല്ലേ. ഇനി ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി എവിടെയാണ്? അത് തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂർ. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂരാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷം ചോദിച്ചാൽ പറയണം വൈക്കം സത്യാഗ്രഹം. ഏത് സത്യാഗ്രഹമാണ്? വൈക്കം സത്യാഗ്രഹം. കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹമാണെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ. എത്രയാണ്? 346 രൂപ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിന്റെ പുതുക്കിയ വേതനം 346 രൂപ. എങ്കിൽ 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല എന്ന് ചോദിച്ചാൽ പറയണം അത് എറണാകുളമാണ്. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല എറണാകുളം ജില്ലയാണെങ്കിൽ 800ലേറെ വർഷം പഴക്കം ചെന്ന കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? അത് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. ഏതാണ്? ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. 800ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന എന്താ കണ്ടെത്തിയത്? വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രമാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. PSC ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, വട്ടെഴുത്ത് എന്ന് കണ്ടെത്തിയ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ പറയണം അത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് അല്ലേ. പാലക്കാട് ജില്ലയിൽ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? അത് എറണാകുളം ജില്ലയിലാണ്. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിലെ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? എറണാകുളമാണല്ലേ. അപ്പം ഈ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി റിവിഷൻ ചെയ്യട്ടെ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്ര തവണ വേണമെങ്കിലും റിവിഷൻ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന തവണ റിവിഷൻ ചെയ്യുക. ഈ റിവിഷൻ മാത്രമാണ് എന്താണ് പരീക്ഷാ ഹാൾ നിങ്ങൾക്കുണ്ടാകുന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള ഏക മാർഗം. അപ്പം എന്താണ് അരകവ്യൂഹം? അരകവ്യൂഹം ഉത്തരമായിട്ട് വരുന്ന ചോദ്യമാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം അല്ലേ. എങ്കിൽ 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയാകുന്നത് കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട്. എന്താണ് ഓർമ്മത്തോണി? യെസ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഓർമ്മത്തോണി? ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന
നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. ഇനി സ്നേഹഹസ്തം, ആർക്ക് വേണ്ടിയിട്ടാണ് സ്നേഹഹസ്തം കൊടുത്തത്? ആദിവാസി ജനതയ്ക്കല്ലേ. ആരാണ്? വനം വകുപ്പ് ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തമെങ്കിൽ എന്താണ് വടക്കൻ കങ്കാരൂന്നിന്റെ ശാസ്ത്രീയ നാമം? അഗസ്ത്യാഗാമ എഡ്ജി. അഗസ്ത്യാഗാമ എഡ്ജി. അപ്പം അഗസ്ത്യാഗാമ എഡ്ജി എന്ന ശാസ്ത്രീയ നാമമുള്ള വടക്കൻ കങ്കാരൂന്നിനെ കണ്ടെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം അത് ഇടുക്കി ജില്ലയിലെ കുളമാവിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. ഇനി മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാന പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി ആണെങ്കിൽ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂര്. ഇനി വൈക്കം സത്യാഗ്രഹവും ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്താണ് നമ്മൾ പഠിച്ചത്? കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹമാണെങ്കിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിന്റെ പുതുക്കിയ വേതനം 346 രൂപ. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല എറണാകുളം ജില്ലയിലാണെങ്കിൽ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് അല്ലേ. എന്താണ് ഈ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രത്യേകത? 700ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയത് എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിലാണല്ലേ. ഇനി മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിലെ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് നമ്മുടെ എറണാകുളം ജില്ല. ഏത് ജില്ല? എറണാകുളം ജില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമാനത്തിനർഹമായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി എൻ മേനോൻ. എന്താണ്? ലക്ഷ്മി എൻ മേനോൻ. പഠിക്കുക. കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിതയാണ് ആര്? ലക്ഷ്മി എൻ മേനോൻ. കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത ആര് ചോദിച്ചാൽ പറയണം അത് ലക്ഷ്മി എൻ മേനോൻ ആണ്. ലക്ഷ്മി എൻ മേനോന്റെ 125ാമത് ജന്മവാർഷികം. ലക്ഷ്മി എൻ മേനോന്റെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്. ഓക്കെ അല്ലേ? യെസ്. ഇനി എന്താണ് DC കണക്ട് എന്ന് പറഞ്ഞാൽ? DC കണക്ട് പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട്. DC കണക്ട് പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ആരൊരുക്കിയത്? IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട്. ഇനി ഓപ്പറേഷൻ ഡി ഹണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്പറേഷൻ ഡി ഹണ്ട് മയക്കുമരുന്ന് കച്ചവടം ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ടാണ്. എന്താണ് ചങ്ങാതി? അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി അല്ലേ. എന്താണ് ചങ്ങാതി എന്ന് പറഞ്ഞാൽ? അതിഥി തൊഴിലാളികൾ നമ്മുടെ ജോലി തേടി കേരളത്തിലെത്തിയ ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി അല്ലേ. എങ്കിൽ എന്താണ് മധുരം എന്ന് പറഞ്ഞാൽ? മധുരം പദ്ധതി വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം അല്ലേ. മധുരം വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരമെങ്കിലേ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭ ഏതാണ്? അത് കേരള നിയമസഭയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭയെ ചോദിച്ചാൽ പറയണം അത് കേരളമാണെങ്കിൽ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ്
കോഡ് ഗ്രേ പ്രോട്ടോകോൾ. എന്താണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം, അതും നമ്മുടെ കേരളമാണ്. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത ആരാണ്? ലക്ഷ്മി എൻ മേനോൻ ആണല്ലേ. അപ്പം കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിതയായ ലക്ഷ്മി എൻ മേനോൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? 125ാമത് ജന്മവാർഷികം അല്ലേ. ഇനി എന്താണ് DC കണക്ട്? ഉത്തരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്താണ് DC കണക്ട് എന്ന് പറഞ്ഞാൽ? ആർക്ക് പരാതി നൽകാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്ക് പരാതി ജില്ലാ കളക്ടർക്ക് നേരിട്ട് പരാതി നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട് അല്ലേ. ഇനി ഓപ്പറേഷൻ ഡി ഹണ്ട് ആരാ നടത്തിയത്? പോലീസ് ആണല്ലേ. എന്തിനാണ് ഡി ഹണ്ട് പോലീസ് നടത്തിയത്? ഓപ്പറേഷൻ ഡി ഹണ്ട് മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഇനി എന്താണ് ചങ്ങാതി? അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി എങ്കിൽ വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അത് മധുരമാണ്. എന്താണ് മധുരം? ആർക്ക് വേണ്ടിയിട്ടാണ്? വയോജനങ്ങൾക്ക്. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരമെങ്കിൽ എന്താണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭ കേരള നിയമസഭ. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് അല്ലേ. അപ്പം ഇത്രയും എന്താണ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. അപ്പം ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്താണ് എന്തെങ്കിലും സ്പീഡ് കുറക്കണം അല്ലെങ്കിൽ എത്തരത്തിലാണ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ തോന്നിയെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടുതൽ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെ ബൈ. സീ യു.